ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വാഴങ്കല്ല തോരനാണ്. അപ്പോൾ വാഴങ്കല്ല ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് വാഴങ്കല്ലും പയറും ഉപയോഗിച്ചിട്ട് ഉപ്പേരി തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഴങ്കല്ല ഉപ്പിലിട്ടത് തയ്യാറാക്കിയിട്ടുണ്ട്. വാഴങ്കല്ല ഉപ്പിലിട്ടൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ പരിപ്പും നാളികേരം ഒക്കെ ചേർത്തിട്ട് ഒരു വെറൈറ്റി രീതിയിലുള്ള നല്ല അടിപൊളി ടേസ്റ്റായ ഒരു വാഴങ്കല്ല തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉണ്ണിപ്പിണ്ടി നന്നാക്കും മുമ്പ് തന്നെ നന്നാക്കുന്ന മുമ്പ് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. നമ്മൾ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് പയറും മുതിരയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ണിപ്പിണ്ടിയുടെ ഒരു ഉപ്പേരി തയ്യാറാക്കിയത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഉണ്ണിപ്പിണ്ടി തോരനാണ്. അപ്പോൾ ഈ തോരനിലേക്ക് എപ്പോഴും ഇങ്ങനെ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് പരിപ്പായിരിക്കും കൂടുതൽ നന്നായിരിക്കും. നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, തൂരപ്പരിപ്പ്, അതാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ഉണ്ണിപ്പിണ്ടി ഉപ്പിലിട്ടത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഉപ്പിലിട്ട എൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു കൊല്ലം മുമ്പൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിപ്പിണ്ടി നന്നാക്കി എടുക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഉണ്ണിപ്പിണ്ടി നന്നാക്കുന്ന ഒരു ഇത് മറ്റേലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ അത് ആദ്യം കാണുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിപ്പിണ്ടി നമ്മൾ ഇതിങ്ങനെ ഒരു ലെയർ, ഇപ്പോൾ തലേദിവസമൊക്കെയാണ് വെച്ചെങ്കിൽ ഒരു ലെയർ നമ്മൾ വെച്ചിട്ട് വേണം എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ. കാരണം ഫുള്ളായിട്ട് പൊളിച്ചെടുക്കരുത്. ഫുള്ളായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിപ്പിണ്ടി കറുത്ത് വരും. അപ്പം അതുപോലെ ഫ്രഷ്നെസ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ലെയറൊക്കെ വെച്ചിട്ട് ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലെയർ വെച്ചിട്ട് ഞാൻ വൈകുന്നേരം പോയി മുറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. എപ്പോഴും ഫ്രഷ് ആയിരിക്കും കൂടുതൽ നന്നായിരിക്കുക. പിന്നെ നമുക്ക് ഉണ്ണിപ്പിണ്ടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മറ്റേലൊക്കെയും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട്. പക്ഷേ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ പോയി കാണുന്ന എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ആക്കിയിട്ട് നാര് ചുറ്റിയിട്ട് വെള്ളത്തിലേക്ക് ഇടുക. വെള്ളത്തിലേക്ക് ഇട്ടില്ലെങ്കിൽ എന്തുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ കറുത്തു പോകും. അപ്പോൾ ഞാൻ എപ്പോഴും അത് ഉണ്ണിപ്പിണ്ടി നന്നാക്കുമ്പോൾ വെള്ളത്തിൽ ഇട്ടിട്ട് അതുപോലെ നാല് ചുറ്റി എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബറാണോ വ്യൂവറാണോ എന്നറിയില്ല, ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഉണ്ണിപ്പിണ്ടി പുഴുങ്ങിയിട്ട് അരിഞ്ഞെടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നാരുണ്ടാവില്ല, ആ നാര് നല്ലതാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പക്ഷെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത് ശരിക്കുള്ള മെത്തേഡാണോ അതൊന്നും എനിക്കറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതുപോലെ നാര് ചുറ്റിയിട്ട് ചെയ്യാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കാറ്. ഓരോ പ്രാവശ്യം ഇതുപോലെ കട്ട് ചെയ്തിട്ട് നാര് ചുറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആക്കിയെടുക്കുന്ന സമയത്ത് അത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. ഞാൻ പിന്നെ ഇതിങ്ങനെ ഓരോന്നും എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ തന്നെ നന്നാക്കാറാണ് പതിവ്. ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇതുപോലെ ക്ലാസ് ഉപയോഗിച്ച് ഒരു ക്ലാസ് മതി നമുക്ക് ഉണ്ണിപ്പിണ്ടി നന്നാക്കാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കണ്ടപ്പോൾ അതിൽ ക്ലാസ് വെച്ചിട്ട് നന്നാക്കണ ഒരു മെത്തേഡ് ഞാൻ കണ്ടു. സംഭവം ഞാൻ അപ്പോഴൊന്നും ചെയ്ത് നോക്കാറില്ല, പക്ഷെ ഒരു ദിവസം ചെയ്തപ്പോൾ നല്ല കിഡു ഐഡിയ ആണ് കേട്ടോ. സൂപ്പർ. നമുക്ക് അധികം ടൈമൊന്നും വേണ്ട, വേഗം തന്നെ നമുക്കിത് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ മെത്തേഡ് ഇന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നന്നാക്കുമ്പോൾ എന്തായാലും നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ നന്നാക്കിയിടാം. അപ്പോൾ മറ്റേ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിപ്പിണ്ടി ഇരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാളയംകുടം വാഴയുടെ ഉണ്ണിപ്പിണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഞങ്ങളത് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം വേറെ എന്ന് പറയാൻ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അത് കാരണം പാളയംകുടം വാഴയുടെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും നാര് നമുക്ക് കൈമ ചുറ്റി കിട്ടി കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതേപോലെ ഇത്രയും നാര് കിട്ടി. അപ്പോൾ ഇങ്ങനെ ചിറ്റി എടുക്കുകയാണെങ്കിൽ കൈയോടെ ചിറ്റി എടുത്താൽ നമുക്ക് നാരൊക്കെ ഇങ്ങനെ ഇതായി കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ മറ്റേ മുള്ളുകൊണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് നൂലെടുക്കാറുണ്ട്. ഒരുപാട് നൂലുണ്ട് നാരുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. തലഭാഗത്ത് ഏറ്റവും മോൾ ഭാഗത്തെ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുറച്ച് നാര് അധികമായിരിക്കും. എന്നാൽ കടഭാഗത്തുനിന്ന് വരുമ്പോഴായിരിക്കും കുറച്ച് നല്ല പിണ്ടി ഉണ്ടായിരിക്കുക എന്നാണ് എനിക്ക് തോന്നിക്കണേ കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞല്ലോ, ഇനി നോർമൽ രീതിയിലാണെന്ന് വെച്ചെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞ് നമ്മൾ ഇതുപോലെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എളുപ്പത്തിലുള്ള പണിയാണ്. അപ്പോൾ ഈ വെള്ളം ഇനി നമുക്ക് കളയാം കേട്ടോ. ഞാൻ ഈ ഉണ്ണിപ്പിണ്ടിയൊക്കെ നന്നാക്കുമ്പോഴേ കട്ടിംഗ് ബോർഡ് എടുക്കില്ല. കട്ടിംഗ് ബോർഡിൽ പെട്ടെന്ന് കറ പിടിക്കും. പിന്നെ കളയാന്നുണ്ടെങ്കിൽ നമുക്ക് സോഡാപ്പൊടി ഇതൊക്കെ വെച്ചിട്ട് കളയാം. പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമില്ലല്ലോ. അത് നമുക്ക് അതിന് ആ വക കാര്യങ്ങൾക്കൊക്കെ കുറച്ച് മടിയാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന വിലയാൻ പിന്നെ അരിഞ്ഞെടുത്തേട്ടോ.
ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചെങ്കിൽ ഇതുപോലെ ഒരു നല്ല മൂർച്ചയുള്ള ഗ്ലാസ്സുകൾ ഉണ്ടാവുമല്ലോ, ആ ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഒറ്റയടിക്കാനാവില്ല, കുറച്ച് നേരം നമ്മളിതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടും. ഈസി മെത്തേഡാണ്. നമ്മൾ ഓരോന്ന് പിടിച്ച് അരിഞ്ഞെടുത്ത് വരുമ്പോഴേക്കും അതിനെക്കാട്ടിലും ഭേദമല്ലേ ഇതുപോലെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിതെല്ലാം മൊത്തത്തിൽ ചെയ്ത് വരുമ്പോൾ അതിനായി വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ മുള്ളുണ്ടാവില്ലേ, നമ്മുടെ വേലിയുടെയൊക്കെ മുള്ളുണ്ടാവില്ലേ, അങ്ങനത്തെ മുളയുടെ ഈ മുള്ള് ഇപ്പം മാർക്കറ്റിൽ ഇതിനൊക്കെ അങ്ങനെ ആക്കിയെടുക്കാനുള്ള സംഭവമൊക്കെ കിട്ടും. ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ ഇതായാലും മതി. ഇത് നമുക്ക് എപ്പോഴും വീട്ടിലൊക്കെ എപ്പോഴും കിട്ടണ ഒരു ഐറ്റമാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ കിട്ടും കേട്ടോ, എല്ലാവർക്കും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഈ സംഭവം വെച്ചിട്ട് ഞാൻ ഇതേപോലെ കറക്കി എടുക്കാറുണ്ട്. ചിലർ ഇതിൻ്റെ ഇത് അങ്ങനെ കളയില്ല, ആദ്യം എടുക്കുന്ന ആ ഒരു നാര് മാത്രമേ കളയുള്ളൂ. പക്ഷെ ഒരുപാട് നാരുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും, കഴിക്കുമ്പോൾ അത്ര ഒരു ഇത് കിട്ടില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത്രയും നാര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ നമ്മളത് വേർതിരിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തു എന്നുള്ളൂ. ആ കൂടുതലുള്ള നാരൊന്ന് പോകാൻ, പിന്നെ കുറച്ച് നാരൊക്കെ അതിൽ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, നല്ലതാണ്. അപ്പം അടുത്തതായിട്ട് നമുക്ക് ഒരു നല്ല ചൂട് കട്ടിയുള്ള ഒരു ചട്ടി വെച്ച് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഉണ്ടായിരിക്കും. നമ്മുടെ ഉണ്ണിപ്പിണ്ടിയിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ടുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല. നമ്മളൊരു അരിപ്പയിൽ വെച്ച് നന്നായി അരിച്ച് ആക്കിയാൽ മതി. അപ്പോൾ അത് കാരണം വെള്ളമൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നന്നായി വെള്ളം വലിച്ചെടുക്കാൻ ഇതുപോലെ ചൂട് കട്ടിയുള്ള നോൺ സ്റ്റിക്ക് പാനേക്കാട്ടൊക്കെ നല്ലത് നല്ല ഇൻഡാലിയൻ ചീനച്ചട്ടി എടുക്കുന്നതായിരിക്കും കുറച്ച് നന്നായിരിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, മട്ടരി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ ചോറ് വെക്കണ ഏത് അരി ആയാലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അരിയാണ്, കടുന്നതിന് മുമ്പ് നമ്മൾ ഇടേണ്ട അരിയാണ് കേട്ടോ. അപ്പോൾ ഈ അരി നന്നായി ഒന്ന് പൊട്ടി വിരിഞ്ഞ് വരണം. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക, കാരണം കഴിയാതിരിക്കാൻ മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അരി പൊട്ടി ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, നമ്മുടെ തോരന് നല്ലൊരു മണം കിട്ടും. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പും, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അല്ല 1 ടീസ്പൂണിൽ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഒന്ന് നന്നായിട്ട്, അരിയൊക്കെ നന്നായി പൊട്ടി വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് ഇപ്പം തന്നെ കിട്ടും കേട്ടോ. അതുപോലെ ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകും അതുപോലെ തന്നെ വറ്റൽമുളക്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്, എന്നാലും വറ്റൽമുളകും കൂടി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. നമ്മുടെ കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില, നമ്മുടെ പരിപ്പ് അവിടെ വെന്തിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിയും അതുപോലെ കടലപ്പരിപ്പൊക്കെ ഒന്ന് നല്ലൊരു ചുമന്ന നിറയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഉണ്ണിപ്പിണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും തോരനാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിൽ എന്തെങ്കിലും പരിപ്പോ പയറോ എന്തെങ്കിലുമൊക്കെ ചേരുമ്പോഴേക്കും കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഇത് ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പിൽ വെള്ളമൊന്നും ഇല്ലാതെ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് പരിപ്പ് വെന്ത് ഇതായി പോകണ്ട. അപ്പോൾ നമ്മുടെ പരിപ്പ് ഒരു വേവ് കൂടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത്രയ്ക്ക് വേണ്ട, പരിപ്പ് നമുക്ക് കാണാൻ വേണ്ടി കിട്ടണം. ഇതിൽ മഞ്ഞപ്പൊടി മാത്രമാണ് വെച്ചിരിക്കുന്നത്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. ഈ വെള്ളമൊക്കെ നന്നായി വറ്റി വരണ്ടേ, ഉണ്ണിപ്പിണ്ടിയുടെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. ഇതിൽ വേണം നമുക്ക് ഇത് വെന്ത് കിട്ടാനും. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇപ്പോൾ നമ്മൾ മുളകൊന്നും ചേർത്തിട്ടില്ല, ഇനി നമുക്കിതിൽ ഐറ്റംസൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ മുമ്പ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം വേറെ മഞ്ഞപ്പൊടി ഒന്നും ഇടുന്നില്ല, നമ്മൾ പരിപ്പിൽ ഓൾറെഡി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു 5-6 ചുവന്നുള്ളി, പച്ചമുളക് ഡിപ്പെൻസ് നിങ്ങളുടെ എരിവ്, നിങ്ങൾക്ക് എങ്ങനെ എരിവ് വേണം. ഇപ്പോൾ തോരനിൽ ചിലപ്പോൾ ഒരുപാട് എരിവ് താല്പര്യമില്ലാത്തവരുണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇതിപ്പോൾ നമ്മുടെ പറമ്പിലുണ്ടായ മുളകാണ് കേട്ടോ. സാധാരണ അങ്ങാടി മുളകാണെന്ന് വെച്ചെങ്കിൽ അത്ര എരിവൊന്നും ഉണ്ടായിരിക്കില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടായി കാരണം അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, എന്നാലും ഇത് അധികം മൂത്തിട്ടില്ല, അത് കാരണം ഞാൻ നാളിന് എടുത്തിട്ടോ. പിന്നെ കുറച്ച് ചൂഞ്ഞമുളക് എടുത്തിട്ടുണ്ട്, ഇത് നമ്മൾ ചതച്ചെടുക്കുക. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പില, അത് നമുക്ക് ഒന്നിങ്ങ് ചതച്ചെടുക്കണം, നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒരു മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ബാക്കോട്ട് നമ്മളൊന്ന് കിർക്ക് അത്രേ വേണ്ടൂ, അല്ലാണ്ട് ഒരുപാട് അരഞ്ഞു പോരുത് കേട്ടോ. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മളിത് ഇപ്പോൾ ഇതേ ഒരു 5 മിനിറ്റ് നേരം 5-10 മിനിറ്റ് നേരത്തോളം നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതിലിപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരം പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ നടുഭാഗത്തേക്ക് ഒന്ന് പതുക്കെ ഒരു ഇത്തിരി സ്ഥലമൊക്കെ കൊടുത്ത് നമ്മൾ നാളികേരം ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് അടിക്കുക വേണ്ടൂ. എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് മൂടി കൊടുക്കുക. നമ്മൾ തട്ടിപ്പൊത്തുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു മെത്തേഡ്. ജസ്റ്റ് ഒന്ന് മൂടി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ആവി കയറി നമ്മുടെ നാളികേരും ഇതൊക്കെ ഒന്ന് വേവാൻ പാകത്തിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മൂടി പൊത്തി കൊടുക്കുക. 2 മിനിറ്റ് നേരം വേണ്ടോ, 2 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. നമ്മളെ എരിവൊക്കെ എല്ലാ ഭാഗത്തേക്കും നന്നായി വരണ്ടേ. അപ്പോൾ ഇത്രയേ പരിപാടിയുള്ളൂ. നമ്മുടെ ഉണ്ണിപ്പിണ്ടി തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ഈ രീതിയിലായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക, ചിലവർക്ക് ഉള്ളി. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ അത്യാവശ്യം നല്ല ബിഗ് ഫാമിലിയാണെന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചാ വേണ്ടോ വെച്ചെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അളവുകളൊക്കെ കുറയ്ക്കുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പല ടൈപ്പാണ്. ചിലവർക്ക് ഇതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ഉള്ളി കാച്ചിയിട്ടുള്ള നമ്മുടെ പയർ മുതിരയ്ക്ക് ഇട്ടിട്ടുള്ളതായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ എന്നും നിങ്ങൾ അതേപോലെയാണ് വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറ്റി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാം വെറൈറ്റി ടേസ്റ്റുകളായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്